اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 49ാമത്തെ ഹിക്മത്താണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ ഹിക്മത്തിൽ തന്നെ 2 ഭാഗമാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഇതിൽ 49ാമത്തെ ഹിക്മത്തായിട്ടാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ ഷറഹിൽ 2ആക്കി തിരിച്ചിട്ടുണ്ട്. ഒരു വിഷയം പറയാം, നാളെ അതിൻ്റെ ബാക്കിയും പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർ പറയാണ്, ലാ യഉലുമിദ് ദംബു ഇൻദക അലമതൻ തസുദ്ദുക അൻ ഹുസ്നിൽ ദന്നി ബില്ലാഹി തആല. ലാ യഉലുമിദ് ദംബു, കുറ്റം ഗുരുതരമാകരുത്, പാപങ്ങൾ ഗുരുതരമാകരുത്. ഇൻദക, നിന്റെ അടുക്കൽ, അലമതൻ, ഒരു ഗുരുതരമാകൽ. എങ്ങനത്തെ ഗുരുതരമാകലാണ്? തസുദ്ദുക, അത് നിന്നെ തൊട്ട് നിന്നെ തടയും. അൻ ഹുസ്നിൽ ദന്നി ബില്ലാഹി തആല, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവനയെ തടയുന്ന രൂപത്തിലുള്ള തെറ്റുകളുടെ ഗൗരവമായി നിന്റെ തെറ്റിനെ നീ എന്ത് ചെയ്യാൻ പാടില്ല? കാണാൻ പാടില്ല. അതായത് പാപങ്ങൾ വലുത് തന്നെയാണ്, ചെറുത് തന്നെയാണ്. പക്ഷെ നമ്മളെ തെറ്റുകൾ നമ്മൾ വല്ലാതെ വലുതായി കണ്ടാൽ പിന്നെ നമുക്ക് തോന്നും ഞാൻ മാപ്പ് ചോദിച്ചാൽ പോലും പറ്റാത്ത ഒരാളാണ്. അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല ഭാവന അവനക്ക് ഒരിക്കലും വരൂല. ചില ആൾക്കാർ അങ്ങനെ പറയലുണ്ടല്ലോ. ഷാബാനത്തുൽ മിസ്രി പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത തെറ്റിന് അള്ളാഹു താല എനിക്ക് തൗബ തരുമോ? അപ്പോ സ്വാലിഹുൽ മുജീദ് തങ്ങൾ പറഞ്ഞു തൗബ ഉണ്ട്. ഷാബാനത്തുൽ മിസ്രി പറഞ്ഞു ഉഹദ് മലയോളുണ്ട് എൻ്റെ പാപം എന്ന് പറഞ്ഞു. അപ്പോഴും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ നാട്ടിലെ നക്ഷത്രവേശിയായ ഷാബാനത്തുൽ മിസ്രിയാണ് നീ എങ്കിൽ പോലും അള്ളാഹു നിനക്ക് പുറത്തു തരും. അപ്പോ വല്ലാതെ നമ്മളെ തെറ്റിനെ നമ്മൾ തെറ്റായി കാണണ്ടെന്നല്ല, ആ തെറ്റിനെ വല്ലാത്ത ഗൗരവത്തിൽ കണ്ടാൽ പിന്നെ അള്ളാഹിനെ കുറിച്ചുള്ള നമ്മളെ നല്ല ഭാവന ഇല്ലാതായി പോകും. അള്ളാഹിനെ കുറിച്ചുള്ള നല്ല ഭാവന ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ലാ യഉലുമിദ് ദംബു, കുറ്റം ഗുരുതരമാകരുത്. ഇൻദക, നിന്റെ അടുക്കൽ, അലമത്തൻ, ഒരു ഗുരുതരമാകൽ, തസുദ്ദുക, അത് നിന്നെ തടയും, അൻ ഹുസ്നിൽ ദന്നി ബില്ലാഹി തആല, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവനയെ തടയുന്ന നിലക്ക് നിന്റെ കുറ്റം വലിയ ഗൗരവമായിട്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനെ കാണാൻ പാടില്ല. അള്ളാഹുവിൽ എന്ത് ചെയ്യണം? പ്രതീക്ഷ എപ്പോഴും നിനക്ക് വേണം. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്, ഈ ഖൗഫ് റജാ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടല്ലോ, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയും വേണം, എന്നാ പ്രതീക്ഷയും വേണം. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ്. ഇതിനെ 3 രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. 3 ദറജകളാക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഒന്ന്, അഹ്ലുൽ ബിദായത്ത്, തുടക്കക്കാരായ ആൾക്കാർ, ഒരുപാട് പാപങ്ങൾ ചെയ്ത ആളാണ്, അവർ നന്മയിലേക്ക് കടക്കുമ്പോൾ അവർ അഹ്ലുൽ ബിദായത്താണ്. ആ സമയത്ത് അവർക്ക് പേടിയാണ് മുൻതൂക്കം വേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് മുൻതൂക്കം വേണ്ടത്. ഇന്ന് എന്തും വേണം? പ്രതീക്ഷയും വേണം. ആ പേടിയോടുകൂടെ അവർ ഇബാദത്ത് ചെയ്യുമ്പോൾ പിന്നെ 2ാമത്തെ ദർജയിലേക്ക് അവരെത്തും. 2ാമത്തെ ദർജ എന്നാണ് ഖൗഫും റജാവും ഒപ്പത്തിനൊപ്പം. അള്ളാഹിനെ കുറിച്ച് ഭയമുണ്ട്, എന്നാൽ അള്ളാഹിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. അതിനു മുകളിലേക്കുള്ള ആളുകൾക്കാണ് പറയാ അഹ്ലുൻ നിഹായത്ത്, നിഹായത്തിന്റെ അഖിലുകാരെന്നാ പറയാം. അവർക്ക് എന്തില്ല? അള്ളാഹിനെ കുറിച്ച് പേടിയുണ്ട്, പക്ഷെ പ്രതീക്ഷ ഒരുപാടുണ്ട്. കാരണം ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ആരാണ്? അള്ളയാണ്. ഇതിൻ്റെയൊക്കെ ഫായിൽ അള്ളയാണ് എന്ന് ഹൃദയം കൊണ്ട് ബോധ്യമായ ആൾക്കാരാണ് ആരിഫീങ്ങളാകുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഒരു തെറ്റി അവരെ ഭാഗത്തുനിന്ന് വന്നാൽ പോലും
അതെന്റെ റബ്ബ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് അള്ളാഹുവിൽ അമിതമായ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളൊരു ബോധം ഉൾക്കുണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് പാപങ്ങളെ ഓർത്ത് കരഞ്ഞിരുന്നു. പാപങ്ങളെ ഓർത്തിട്ട് എന്ത് ചെയ്തിരുന്നു? കരഞ്ഞു. ആരാ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു? ഔത്താദിൽപ്പെട്ട വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലെ, റസൂലുള്ളാഹിന്റെ റൗളന്റെ ഹറമിന്റെ ചാര നിന്നിട്ട് 40 ദിവസത്തോളം കരഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പൊരിക്കത് പറഞ്ഞിട്ടുണ്ട്. 40 ദിവസത്തോളം ഹറമിന്റെ ഉള്ളിക്ക് കയറാൻ കഴിയാതെ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തിട്ടുണ്ട്? കരഞ്ഞിട്ടുണ്ട്. ഓലൊന്നും പാപങ്ങൾ ചെയ്തിട്ടല്ല. ചില നിമിഷങ്ങള് നഷ്ടപ്പെട്ടു പോയപ്പോ, ചില നിമിഷങ്ങൾ നഷ്ടപ്പെടുമ്പോ അത് വലിയ പാപമായിട്ട് അവർ കണ്ടു. അപ്പൊ സ്വാലിഹാകുന്ന ആൾക്കാർക്ക് എപ്പോഴും പ്രതീക്ഷയാണ്, എന്റെ റബ്ബിനെ രക്ഷപ്പെടുത്തും. എന്നാ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമോ, എല്ലാ പാപങ്ങളും ചെയ്തിട്ട് ഓനക്ക് എപ്പോഴും പ്രതീക്ഷയാണ്. അങ്ങനെ പാടില്ല. അതൊക്കെ റബ്ബ് രക്ഷപ്പെടുത്തും, അങ്ങനെ പാടില്ല. ഓനക്ക് ആദ്യം വേണ്ടത് ഓന്റെ ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ഭയാണ്. അവിടുന്ന് പിന്നെ എന്ത് ചെയ്യണം? ഖൗഫും റജാവും തുല്യമാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പിന്നും അതിന്റെ മുകളിലുള്ള ഒരു പടവാണ് എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷ. ആ രൂപത്തിലേക്ക് അവന്റെ മനസ്സ് മാറണമെന്ന. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ആദ്യം നമുക്ക് നമ്മളെ കുറിച്ച് ഒരു മതിപ്പാണ്. നമ്മൾ വലിയ ആൾക്കാരാണെന്നുള്ളതല്ല, നമ്മൾ എന്ത് ഇത്രയും സൃഷ്ടികൾക്കിടയിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ എന്തുകൊണ്ട് മനുഷ്യരായി പടച്ചു എന്ന ഒരു ചിന്ത നമ്മിൽ വന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. കാരണം ആ ചിന്ത വന്നാൽ പിന്നെ നന്മയിലേക്ക് മാത്രമേ കടക്കുള്ളൂ. ഒക്കെ മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം നാളെ പരലോകത്ത് ഒരു മുഅ്മിനായ മനുഷ്യനെ ഹാജരാക്കുമ്പോൾ നരകം വിളിച്ചു പറയുന്ന ജുസ് യാ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യ ഇവിടുന്ന് അങ്ങോട്ട് പോ, ഈ സ്ഥലം നീ വിട്ടുകിടക്ക്. കാരണം ഫഖദ് അത്ഫ നൂറുക, നിന്റെ ആ ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രകാശം ഉണ്ടല്ലോ, അത് കെടുത്തിക്കളയുന്നുണ്ട്. എന്റെ നാളത്തെ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ തീനാളത്തെ കെടുത്തിക്കളയുന്നുണ്ട്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ഒരു നൂറാണ്. മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമാണ്. ആ പ്രകാശം നരകത്തിന്റെ അടുത്ത് പോയ നരകം പറയുന്നതാണ്, ഒന്നങ്ങോട്ട് മാറി നിൽക്ക്, നിന്റെ പ്രകാശം എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ വലിയ മഹത്തരമാക്കി പടച്ച ആൾക്കാരാണ് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരുടെ ലക്ഷ്യം എന്ത് മാത്രമേ ഉള്ളൂ? അള്ളാഹിനെ അറിയുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിന്റെ അടിയിൽ ഒരുപക്ഷെ മനുഷ്യ സഹജമായി പാപങ്ങൾ കയറി വരാം. പക്ഷെ അപ്പോഴൊക്കെ അവന്റെ മനസ്സിൽ എന്ത് വേണം? അള്ളാഹിനെ കുറിച്ച് പ്രതീക്ഷ വേണം. അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ലാഹിറും ബാത്തിനും മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. നമ്മളെ റൂഹ്, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫുള്ള് പറയാതിരുന്നതാണ്. നമ്മളെ റൂഹ് നമ്മൾ അബുൽ അർവാഹാണ്. അബുൽ അർവാഹ് ആരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നമ്മളെ ശരീരവും ആരെന്നെയാണ്? അള്ളാഹിന്റെ റസൂൽ തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ടവര് ഈ ബുർദന്റെ ഷറഹിൽ കാണാം, ഇന്നല്ലാഹു തആല, നിശ്ചയമായിട്ടും അല്ലാഹു തആല അക്രമൽ ആദമിയ, മനുഷ്യന്മാർ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. ബി ജഅലി സൂറത്തിഹി അലാ സൂറത്തി ലഫ്ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു, മുഹമ്മദ് എന്ന ലഫ്ലിന്റെ രൂപത്തിലാണ് മനുഷ്യന്മാരൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുള്ളത്? പടച്ചിട്ടുള്ളത്. ഫൽ മീമു, മുഹമ്മദിലെ മീമ് റഅ്സുഹു, അവന്റെ തലയാണ്. നമ്മളെ തല ഏതാണ്? മുഹമ്മദിലെ മീമാണ്. വൽ ഹാഉ, മുഹമ്മദിലെ ഹാ ജനാഹാഹു, 2 ഭാഗങ്ങളാണ്. ഈ ഇവിടുന്ന് തൊട്ടിട്ട് അടിഭാഗം വരെയുള്ള 2 ഭാഗങ്ങളില്ലേ, അത് മുഹമ്മദിലെ ഹ ആണ്. വൽ മീമു സാനിയത്തു, രണ്ടാമത്തെ മീമുണ്ടല്ലോ, മുഹമ്മദിൽ 2 മീമുണ്ട്. രണ്ടാമത്തെ മീമ് സുറത്തുഹു, ഓന്റെ പുക്കളാണ്. വദ്ദാലു, മുഹമ്മദിലെ ദാല് റിജിലാഹു, അവന്റെ കാലുകളാണ്, അവന്റെ കാലുകളാണ്. അപ്പോ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പിന്നെ മനുഷ്യന്മാരാകുന്ന ആൾക്കാരെ നരകത്തിലിടുമ്പോ ഈ മനുഷ്യ രൂപത്തിലിടൂലെന്ന്. കാലബാലുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യദ്ഖുലുൻ നാറ മൻ യദ്ഖുലുഹാ ഇല്ലാ മംസൂഖ സൂറത്തി, ഓല കോലം മറിച്ചിട്ടല്ലാതെ അല്ലാഹു തആല ഒരു മനുഷ്യൻ എന്ത് ചെയ്യൂല? നരകത്തിൽ പ്രവേശിപ്പിക്കൂല. എന്താ കാരണം? ഇക്റാമൻ ലി സൂറത്തി ഹാദൽ ലഫ്ദ്, മുഹമ്മദ് എന്ന ലഫ്ലിന്റെ രൂപത്തിലാണ് മനുഷ്യന്മാരെ പടച്ചത്. ആ മുഹമ്മദ് എന്ന ലഫ്ലിനോടുള്ള ബഹുമാനം കാരണമായി മനുഷ്യന്റെ രൂപത്തിൽ അല്ലാഹു തആല മാറ്റം വരുത്തുന്നതാണ്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, ചിലപ്പോ ആനയുടെ കോലത്തിലേക്കാറും, ചിലപ്പോ പന്നിന്റെ കോലത്തിലേക്കാറും, ചിലപ്പോ നായന്റെ കോലത്തിലേക്കാറും. ഏത് മോശപ്പെട്ട സ്വഭാവമാണോ നമ്മളുള്ളത്, ആ ജീവിയുടെ രൂപത്തിലാണ് നമ്മൾ എവിടെ കിടക്കുക? നരകത്തിൽ കിടക്കുക. റസൂലുള്ളാന്റെ ആ യഥാർത്ഥ ഇൻസാനിയത്ത് ഉണ്ടല്ലോ, ആ റസൂലുള്ളാന്റെ കോലത്തിൽ പടച്ചത്, ആ രൂപത്തിൽ ഒരിക്കലും അല്ലാഹു തആല എന്ത് ചെയ്യൂല? നരകത്തിൽ കടത്തൂലാന്ന്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ?
ഇത്രയും ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ പടച്ച ആൾക്കാരാണ് ആര്? മനുഷ്യന്മാരെന്ന് പറയുന്ന ആൾ. അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പാപങ്ങൾ വരാൻ പാടില്ല. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മിഅറാജിന്റെ രാവിലെ അള്ളാഹുത്താല ഒരു ഖേദം പറഞ്ഞു. എന്താ ഖേദം? നരകം ഞാൻ കാഫിര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചതാ, പക്ഷെ മുസ്ലിമീങ്ങൾ അതിനു വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. നരകത്തിൽ കടക്കാനേ. ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ സംഭവം പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ തെറ്റുകൾ വല്ലാതെ ഗൗരവമായി നമ്മൾ കണ്ടാൽ പിന്നെ അള്ളാഹിനെ കുറിച്ചുള്ള മതിപ്പ് നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ഒന്ന് തൗബ ചെയ്യാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യൂല? ഒരിക്കലും എത്തൂല. എന്നാ തെറ്റുകളെ നമ്മൾ ഗൗരവമായി കാണണം, പശ്ചാത്തപിക്കണം, അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷ വേണം, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വേണം, അതൊക്കെ വേണം. വല്ലാതെ പേടി അധികമായി കഴിഞ്ഞാൽ എന്താണ്ടാകുക? അള്ളാഹിനെ കുറിച്ചുള്ളതായ പ്രതീക്ഷ നമുക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും ആശ്വാസത്തിന്റെ ഒരു പ്രമേയാണ് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്റെ അടിമകൾ എന്ത് ചെയ്യാൻ പാടില്ല? എന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും ആശ മുറിയാൻ പാടില്ല. അതില് പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസിൽ അല്ലാഹു തആല പറയുന്നില്ലേ, അള്ളാഹിന്റെ റഹ്മത്തില് ഒരു റഹ്മത്ത് മാത്രമേ അല്ലാഹു തആല എങ്ങോട്ട് ഇറക്കിയിട്ടുള്ളൂ? ഈ ഭൂമിക്ക് ഇറക്കിയിട്ടുള്ളൂ. ബാക്കി 99 അല്ലാഹു തആല അവിടെ എടുത്തുവെച്ചിക്ക. എന്തിനാ എടുത്തുവെച്ചിക്കണത്? അത് വെറുതെ അവിടെ വെച്ചിക്കല്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ ഇനി കുറെ റഹ്മത്തിന്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മളെ ഉമ്മ നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, നമ്മൾ ഉമ്മാനോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, ഒരു ജീവി അതിന്റെ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം, ഒരു പക്ഷിയുടെ തള്ള അതിന്റെ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം, ഇതൊക്കെ ആ ഒരു ഒറ്റൊന്നിൽ പെട്ടതാ. ആ ഒരു റഹ്മത്തിറക്കിയില്ലേ, ആ ഒരു റഹ്മത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന സ്നേഹങ്ങളും കാരുണ്യൊക്കെ അതിൽപ്പെട്ടതാ. 99 അല്ലാഹു തആല എടുത്തു വെച്ചിക്ക. എന്തിനു വേണ്ടി? നമുക്ക് പരലോകത്ത് എന്തെങ്കിലും പോരായ്മകൾ വരുമ്പോ അത് നികത്താൻ വേണ്ടി. ഇങ്ങനത്തെ ഒരു ഇലാഹിനോട് നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമോ, അല്ലെങ്കിൽ പാടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു യഥാർത്ഥ മുഅ്മിനാവുക, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ധാരാളം സ്വലാത്ത് ചെല്ലുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. നിങ്ങൾക്ക് ഒരു കുട്ടികളെ കെട്ടിച്ചാനുണ്ട്, അതിനും ആ സ്വലാത്ത് മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസമുണ്ട്, അതിനും സ്വലാത്ത് മതി. കടങ്ങൾ വീഴാനുണ്ടോ, അതിനും സ്വലാത്ത് മതി. ഭക്ഷണത്തിന് വിശാലത വേണോ, അതിനും സ്വലാത്ത് മതി. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ അവ്വൽ മുതൽ ആഖിർ വരെയുള്ള എല്ലാ കാര്യത്തിനൊക്കെ എന്ത് മതി? സ്വലാത്ത് മതി. പക്ഷെ നമ്മളതിൽ പിശുക്കന്മാരാണ്. ഒരു സ്വലാത്ത് മജ്ലിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മജ്ലിസിലേക്കൊന്ന് വരാൻ പോലും നമുക്ക് എന്തില്ല, നമുക്കതിന് താല്പര്യമില്ല, നമുക്കതിലേക്ക് താല്പര്യമില്ല. സ്വാലിഹീങ്ങളാകുന്ന എത്രത്തോളം എന്നറിയാം. നമ്മള് ബഹുമാനപ്പെട്ട ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ നിർമ്മാതാവുണ്ട്, ബാനി ആല ഹസരത്ത് എന്ന് പറയുന്ന ഷംസുൽ ഉലമ ഷാഹ് അബ്ദുൽ വഹാബ് അൽ ഖാദിരി എന്ന് പറയുന്ന വലിയ മഹാനാണ് അദ്ദേഹം. ഇനിയിപ്പോ അതിന്റെ കഥകൾ നമ്മൾ വിശദീകരിക്കല്ല. അദ്ദേഹം സുഖമില്ലാതെ വേലൂർ CMC മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, ആ മെഡിക്കൽ കോളേജിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത്, വഫാത്തിന്റെ സമയമാണ്. പെട്ടെന്ന് റൂമിൽ നിന്ന് എല്ലാവരോടും മാറാൻ വേണ്ടി പറഞ്ഞു. എന്റെ ഷെയ്ഖാകുന്ന എന്റെ ഷെയ്ഖും അതുപോലെ തന്നെ അല്ല, ബഹുമാനപ്പെട്ട ഷെയ്ഖാദും റഹിമഹുല്ല, ബാനി ഹസറത്തല്ല, ബാനി ഹസറത്തിന്റെ ശിഷ്യനായ 65 കൊല്ലം ബാക്കിയാത്തിലെ മുദരിസാകുന്ന ഷെയ്ഖാദം സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത്, ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴും അവിടെ ഞാൻ സിയാറത്ത് ചെയ്തു. റഹ്മത്ത് വാല എന്ന് പറയുന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവരുടെ ഖബറുള്ളത്. അദ്ദേഹം സുഖമില്ലാതെ വഫാത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി, എന്റെ ഷെയ്ഖാകുന്ന ബാനി ഹസറത്തും അതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുന്നു പറഞ്ഞു. ആ ബാഖിയാത്തിന്റെ സ്മരണിക വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് ഉള്ളിൽ നിന്ന് അല്ലാഹ് അല്ലാഹ് എന്ന് ഉറക്കെ കേൾക്കുകയും പിന്നെ ആ അല്ലാഹ് എന്നുള്ള ശബ്ദം കേൾക്കാതിരിക്കുകയും ചെയ്തപ്പോ ഒരു വാതിൽ തുറന്നു നോക്കി. അപ്പൊ വല്ലാത്തൊരു സുഗന്ധം ആ റൂമിൽ അനുഭവപ്പെട്ടു. അപ്പൊ സ്വാലിഹീങ്ങളാകുന്ന ആൾക്കാര് ഉണ്ടെങ്കിൽ അവിടെ അള്ളാന്റെ റസൂലിന്റെ ഹുളൂർ ഉണ്ടാവും.
മഹാന്മാരെ ഹുദൂർ ഉണ്ടാവും. അത് സ്വലാത്ത് മജ്ലിസിലും ഉണ്ടാവും. നമ്മൾ മോശക്കാരായിക്കോട്ടെ, നമ്മൾ ചെല്ലുന്നത് എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറയുന്ന സ്വലാത്ത് ആരെ കുറിച്ചാ? അള്ളാന്റെ റസൂലിനെ കുറിച്ചാ. അവിടെ മലായിക്കത്തുകൾ ഉണ്ടാവും, ആരിഫീങ്ങൾ അർവാഹുകൾ ഉണ്ടാവും, റസൂലുള്ളാന്റെ അർവാഹുകൾ ഉണ്ടാവും. അവരെ ഒരു നോട്ടം നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? കേസിലായി. അതിന് പോലും നമുക്ക് മടിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാമത് എന്താ അറിയോ? ദുനിയാവിനോടുള്ള മോഹം നമ്മുടെ കൽബിന്ന് പോയിട്ടില്ല. അത് കൽബിലുള്ള കാലത്തോളം നമുക്ക് ഒന്നിനെയും എന്ത് ചെയ്യൂല, ഒന്നിനെയും ഒരു പരിഗണിക്കുന്നതായിട്ട് നമ്മൾ കാണൂല. ഇമാം ഷാഫി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നലില്ലാഹി, നിശ്ചയമായിട്ടും അല്ലാഹു തആലാക്കുണ്ട് ഇബാദൻ, ചില അടിമകൾ, ഫൂത്തന, ബുദ്ധിമാന്മാരായ ചില അടിമകൾ അവർക്കുണ്ട്. തറക്കു ദുനിയാ വഖാഫുൽ ഫിതന, ദുനിയാവിന്റെ ഫിത്ന പേടിച്ചിട്ട്, ദുനിയാവിനെ ഒഴിവാക്കിയ ബുദ്ധിമാന്മാരാകുന്ന ചില അടിമകൾ ആർക്കുണ്ട്? അല്ലാഹു തആലാക്കുണ്ട്. എന്താ പോലെ അങ്ങനെ ഉപേക്ഷിക്കാൻ കാരണം എന്താ? ദുനിയാവിനെ ഒഴിവാക്കാൻ കാരണം എന്താ? നളറു ഫീഹാ, ഓല് ദുനിയാവിനെ ഇങ്ങനെ നിരീക്ഷിച്ചു നോക്കിയപ്പോയി. ഫലമ്മ അലിമു അന്നഹാ ലൈസത്ത് ലിഹയ്യിൻ വതന, അവലിങ്ങനെ നിരീക്ഷിച്ചു നോക്കുമ്പോൾ ഓൽക്ക് മനസ്സിലായി ഇത് ജീവിക്കാൻ പറ്റിയ നാടല്ല, ഇത് ജീവിക്കാൻ പറ്റിയ നാടല്ല എന്ന് ഓൽക്ക്. ഇതാര് പറയണത്? ഇമാം ഷാഫി തങ്ങൾ പറയാം. ദുനിയാവിലേക്ക് ഇങ്ങനെ നിരീക്ഷിച്ചു നോക്കിയപ്പോൾ ഓൽക്ക് മനസ്സിലായി ഇത് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അതുകൊണ്ട് ജഅലൂഹ, ഓല് ദുനിയാവിനെ ആക്കി ലുജ്ജത്തൻ, സമുദ്രത്തിന്റെ ആഴിയിലേക്ക് അതിനെ മുക്കിത്താഴ്ത്തി. ഏതിനെ? ദുനിയാവിനെ. എന്നിട്ടോ വത്തഖദു സ്വാലിഹൽ അഅമാലി ഫീഹാ സൂഫുന, ആ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാനുള്ള കപ്പലാക്കി അവരെന്തിനെ? സ്വാലിഹായ അമലിനെ. സ്വാലിഹായ അമലിനെ ആ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാനുള്ള കപ്പലുകളാക്കി മാറ്റി. അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. ദുനിയാവിനെ ഒഴിവാക്കി അള്ളാഹുവിനെ തിരഞ്ഞെടുത്ത ആളുകൾ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷ ഉണ്ടാവുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവുക. കാരണം എത്രയോ വലിയ പോക്കിരികളാകുന്ന ആൾക്കാർ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് മേലയായ റബ്ബ് എന്നാണ് ആര് പറഞ്ഞിരുന്നത്? ഫിറോൻ പറഞ്ഞിരുന്നത്. നൈൽ നദിയിൽ അള്ളാഹു തആല എങ്ങനെ മൂപ്പരെ കൊന്നു അറിയാം നിങ്ങൾക്ക്? എങ്ങനെ കൊന്നത്? തീ കൊണ്ട് അള്ളാഹു തആല കരിച്ചു കൊന്നു റൂഹുൽ ബയാൻ പറയണത്. നമ്മളൊക്കെ സാധാരണ മുക്കിക്കൊന്നു എന്നല്ലേ. ഒരു വെള്ളത്തിൽ മുക്കിക്കൊല്ല എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. വെള്ളത്തിൽ വെച്ചിട്ട് അള്ളാഹു തആല തീ കൊണ്ട് കരിച്ചിട്ട് അവനെ മുക്കിക്കൊന്നു എന്നാ. ആരെ? കാരണം ആ ജലത്തിന്റെ ഇടയിലും ആ ജലത്തിൽ നിൽക്കുന്ന സമയത്തും തീ കൊണ്ടുവരാൻ അള്ളാഹു തആലാക്ക് കഴിവുണ്ട് എന്ന് ലോകത്തെ ഏറ്റവും വലിയ ഫ്രോഡിനെ അള്ളാഹു തആല ബോധ്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്? കൊന്നത്. എന്നാലോ അള്ളാഹു തആലാക്ക് വഴിപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലെ, ആ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോയി എന്നല്ല, കുറച്ചേരം അതിൽ ഇരുന്നപ്പോ അല്ലെ, ഇവിടുന്നാണ് വിട്ടപ്പോ മലായികത്ത് ഇങ്ങോട്ട് പിടിച്ചു ആരെ? ഇബ്രാഹിം നബിനെ. എന്നിട്ട് പിന്നെ കുറച്ചേരം അവിടെ ഇരിക്കല്ലേ. അപ്പൊ നേരം പോക്കിന് വേണ്ടി അള്ളാഹു തആല ഒരു മുണ്ടി പറയണേ, ഈ ബോറടിക്കണ്ട വെച്ചിട്ട് മുണ്ടി പറയാൻ വേണ്ടി അള്ളാഹു തആല ഒരു മലക്കിനെ പറഞ്ഞു. ഇത് നമുക്ക് രണ്ട് പക്ഷാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഒരാളും ഓനെ എതിർത്താലും ഓനക്ക് അവിടെ രക്ഷ കിട്ടും. മനസ്സിലാവണ്ടോ? അള്ളാഹു തആലാനെ എതിർത്താലോ ഓൻ എത്ര വലിയ ആളാണെങ്കിലും അള്ളാഹു തആല ഓനെ ശരിയാക്കും. ഈ രണ്ട് ചരിത്രം മതി ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് വഴി നടക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.